സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഓൺലൈൻ സ്കാനർ നിർമ്മിക്കാമെന്നതിനെ പറ്റിയാണ്. അത് നമുക്ക് ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്കാനറാണ് ഓപ്പൺ സിക്കൽ ടു ഹൈ, ഓപ്പൺ സിക്കൽ ടു ലോ വരുന്ന സ്റ്റോക്കുകളുടെ സ്കാനറാണ്. ഇത് ലൈവായിട്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഷീറ്റിന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടും. നമുക്ക് ഈ ഷീറ്റിൽ എങ്ങനെ ലൈവായിട്ട് സ്കാനർ നിർമ്മിക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കുണ്ട് സ്റ്റോക്ക് ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് NSEൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് ആ സ്റ്റോക്കിന് ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാൻ പ്രീ ഓപ്പൺ എടുക്കണേ. അതിൽ നമുക്ക് ഇവിടെ F&O സ്റ്റോക്ക് ഉണ്ട്, സെക്യൂരിറ്റീസ് ഇൻ F&O, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് CSV കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ സിമ്പിൾ എന്ന് പറഞ്ഞിടത്ത് നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റ് കിട്ടി. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ കൊണ്ടുവന്ന് ASL ചെയ്ത് പേസ്റ്റ് ചെയ്യാം. Ctrl+V. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റോക്ക് ഉണ്ട് നോക്കാം. ഇപ്പോൾ 138 F&O സ്റ്റോക്സാണ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ പ്രൈസ് ആണ്. ഓപ്പൺ ഹൈ ലോ, ഈ മൂന്നാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ പ്രൈസ് കിട്ടാൻ നോക്കാം. ഈക്വൽ ടു ഗൂഗിൾ ഫിനാൻസ് NSE പ്രൈസ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ പ്രൈസ് കിട്ടി. ഇൻഡിപെൻഡൻ്റ് ഓപ്പൺ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ സെയിം സ്റ്റെപ്പ് നമുക്ക് അടുത്തതിൽ ഫോളോ ചെയ്യാം. ഗൂഗിൾ ഫിനാൻസ് NSE ആൻഡ് A2 then ബ്രാക്കറ്റ് ഹൈ. ഇപ്പോൾ നമ്മളിവിടെ ഹൈയും കിട്ടി. ഇനി ലോ ഗൂഗിൾ ഫിനാൻസ് NSE ഡോട്ട് ആൻഡ് A2 ലോ. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ മൂന്നിൻ്റെയും ഓപ്പൺ ഹൈയും ലോയും കിട്ടി. ഇത് നമുക്ക് നമ്മുടെ കണ്ടീഷൻ കൊടുക്കാം. ഇവിടെ ഓപ്പൺ സിക്കൽ ടു ഹൈ, ഓപ്പൺ സിക്കൽ ടു ഹൈ സിക്കൽ ടു ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ സിക്കൽ ടു ഹൈ then ഓപ്പൺ സിക്കൽ ടു ഹൈ or ഓക്കെ, ഇവിടെ ഓപ്പൺ സിക്കൽ ടു ലോ. സിക്കൽ ടു ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ സിക്കൽ ടു ലോ ഓപ്പൺ സിക്കൽ ടു ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ സിക്കൽ ടു ഹൈയും ഓപ്പൺ സിക്കൽ ടു ലോയും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് അടിക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൽ ഭാരതി എയർടെൽ ഓപ്പൺ സിക്കൽ ടു ഹൈ ആണ്. ഇവിടെ TVS മോട്ടോർ ഓപ്പൺ സിക്കൽ ടു ലോ ആണ്. അമരാജ ഓപ്പൺ സിക്കൽ ടു ലോ, ടൊറൻറ്റ് ഫാർമ ഓപ്പൺ സിക്കൽ ടു ലോ ആണ്. ബാലകൃഷ്ണ പെട്രോനെറ്റ് ഓപ്പൺ സിക്കൽ ലോ ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോക്കുകൾ ഇങ്ങനെ വരും ഇതേപോലെ. അപ്പോൾ നമുക്കിത് ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ബ്ലാങ്ക് ഓപ്പൺ സിക്കൽ ടു ഹൈ. ഈ ബ്ലാങ്ക് മാറ്റിയിട്ട് ഓപ്പൺ സിക്കൽ ടു ഹൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ സിക്കൽ ടു ഹൈ മാത്രമുള്ള സ്റ്റോക്ക് കിട്ടും. അതുപോലെ ഇവിടെ ഓപ്പൺ സിക്കൽ ലോ ആണെങ്കിൽ അവിടെ നമുക്ക് ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട്
ഈ ബ്ലാങ്ക് അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ സിഗ്നൽ ലോ വന്ന സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ ഓപ്പൺ ടൈമിൽ ഒരുപാട് സ്റ്റോക്കുകൾ വരും. ഇത് മാർക്കറ്റ് ക്ലോസ് ആയ സമയത്താണ് കുറച്ച് സ്റ്റോക്കുകൾ വന്നത്. ഇനി നമുക്കിത് ഓട്ടോ ഫിൽറ്റർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഫിൽറ്റർ ചെയ്തല്ലേ, ഇനി ഓട്ടോ ഫിൽറ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്. സീക്വൽ ടു ഫിൽറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ. നമ്മളിപ്പോൾ എ മുതൽ ഇ വരെ ഉള്ളത്, കാരണം നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ഹൈഡ് ഓട്ടോ ഫിൽറ്ററാണ് വേണ്ടത്. അതിന് ഇവിടെ കോമിട്ടിട്ട് ഈ ടാബില്ലേ അപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈക്വൽ ടു കൊട്ടേഷനുള്ളിൽ നമ്മൾ ഓപ്പൺ സീക്വൽ ടു ഹൈ എന്ന് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഓപ്പൺ സീക്വൽ ടു ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ വരും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്കിത് ഇത്ര വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഹൈഡ് വയ്ക്കാം. ഈ കോളത്തിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ഹൈ വരുന്ന സ്റ്റോക്കുകളാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ സിഗ്നൽ ടു ലോയുടെ ഓട്ടോ ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ സീക്വൽ ടു ഫിൽറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ എ മുതൽ എഫ് വരെ സെലക്ട് ചെയ്യാം. അതിന് ബ്രാക്കറ്റ് കോമ ദെൻ എഫ് ഫുൾ സെലക്ട് ചെയ്താൽ സീക്വൽ ടു ഓപ്പൺ സീക്വൽ ടു ലോ. ആണോ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ സീക്വൽ ടു ലോയുടെ സ്റ്റോക്കുകൾ കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഹൈഡ് ചെയ്തേക്കാം. ഓപ്പൺ ഹൈ ലോ ഇത്ര പോർഷൻ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ഹൈ ഓപ്പൺ സിഗ്നൽ ടു ലോ ഓട്ടോമാറ്റിക് ഫിൽറ്റർ ആയിരിക്കും. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഫുൾ വേണമെങ്കിൽ ഹൈഡ് ചെയ്താലും കുഴപ്പമില്ല. കണ്ടോ, ഇതിൽ നമുക്ക് നാളെ ദിവസം ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ചെയ്യും. ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓപ്പൺ സിഗ്നൽ ടു ഹൈ വരുന്നത് ഓപ്പൺ സിഗ്നൽ ടു ലോ വരുന്നത് അതിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ മാനുവലായിട്ട് ഫിൽറ്റർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഗൂഗിൾ ഫിനാൻസ് വഴിയാണ് വരുന്നത്. ചിലപ്പോൾ 1 മിനിറ്റ് തുടങ്ങി 5 മിനിറ്റ് വരെ ഡിലേ വരാറുണ്ട്. എന്നാലും നമുക്ക് ഓപ്പൺ സിഗ്നൽ ടു ലോ ഓപ്പൺ സിഗ്നൽ ഹൈ സ്റ്റോക്കുകളൊക്കെ ഇതിൽ ലൈവായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് ടൈമിൽ ഒരുപാട് സ്റ്റോക്കുകൾ വരുന്നതാണ്. അതിനുശേഷം ഒരു 9:30 ആകുമ്പോൾ ആ സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ട്രെൻഡിങ് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്കാനറാണ്. ഇത് നമുക്ക് നമ്മളിതിൽ വൺസ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ആപ്പ് കിട്ടും. ആ ഗൂഗിൾ ഷീറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തതിന് നമുക്ക് ഇതേ ഷീറ്റ് തന്നെ അതിൽ കിട്ടുന്നതാണ്. ഇത് നമുക്ക് ട്രേഡിങ്ങിന് ഹെൽപ്പ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.